വരാൻ പോകുന്നത് ഒരു ലിറ്റിൽ ഏഞ്ചലാണ്. യെസ്, വാസുകി കുട്ടിയാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം വാസുകി ഓൺ സ്റ്റേജ്. പല്ല് പോയോ? അയ്യോ, സർപ്രൈസ്. ഹായ് വാസുകി കുട്ടി. പല്ലെങ്ങനെ പോയെന്നറിയാം? എന്റെ അമ്മാവൻ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കുമ്പോ 3ന്റെ ടേബിൾ ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ എപ്പോഴും എണ്ണി നോക്കിട്ട് 3ന്റെ ടേബിള് ചെയ്യാ. പക്ഷെ എണ്ണി നോക്കാൻ സമ്മതിക്കുന്നില്ല, ആലോചിക്കാനും സമ്മതിക്കുന്നില്ല. കൈ പോക്കാൻ പറഞ്ഞു. കൈ പോക്കാൻ നിന്നപ്പോ കൈ തട്ടി. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടുത്തെ ആയിരുന്നു കൂടുതൽ ഇളകണ, പക്ഷെ ഇവിടുത്തെയാണ് പോയത്. ഇവിടെയായിരുന്നു ചെറിയ ചെറിയ ഇളക്കം. പിന്നെ അമ്മ പറഞ്ഞു ഇവിടുത്തെ കൂടി പറിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച്. ഈ പല്ല് പോയാ വരുവോ തിരിച്ച്? ഇവിടുത്തെ വരൂല, ഇവിടുത്തെ വരും. ഇവിടുത്തെ കാരണം പോയതാ, പിന്നെ ഒന്നും കൂടി പറിച്ചതാ. 2 പ്രാവശ്യം പറിച്ചോ? അതെന്തിനാ കുഞ്ഞ് 2 തവണ പറിച്ചത്? ഒരു വിസിലടിക്കാൻ. വെറുതെ ആണോ ചേച്ചി? ആണോ 2 വട്ടം പറിച്ചോ? ആദ്യം ഒരെണ്ണം പോയിരുന്നു, ഇപ്പൊ ഇത് നല്ലോണം ഇളകി, അപ്പൊ അത് തന്നെ പോയി. അപ്പൊ 2 മൊത്തം എത്ര പല്ലുണ്ട്? മൊത്തം എണ്ണോ 3ന്റെ ടേബിൾസ്. കൈയിട്ടു എണ്ണി നോക്കുക തൊട്ട്. എത്രയുണ്ട്? 4, 6, 10, പറഞ്ഞോ കുഴപ്പമില്ല. 15, 16, 22, 43, 30. മൊത്തം എവിടെയൊക്കെ തൊട്ടതായി കൈ. ഇതാ കണ്ടുപിടിച്ചു. 32 പല്ലിൽ 2 പല്ല് പോയി. 30 പല്ലേ ഇപ്പോഴുള്ളൂ. ഇവിടെ 15 ബാക്കിയെല്ലാം പോയോ? ആണോ? മധുങ്ങള് ബാബുസ്വാമിന്റെ ഫാനല്ലേ? അതെ ആണ്. ബാബുസ്വാമി അവനീതിന്റെ പെർഫോമൻസില് നല്ലോണം പറഞ്ഞു കൊടുത്തു, നല്ലോണം പഠിപ്പിക്കും ബാബുസ്വാമി. അപ്പൊ ഇത്രേ ഉള്ളൂ ബാബുസ്വാമി. ചേട്ടന്റെ പെർഫോമൻസില് വെള്ളിവൈറ്റ് കൊടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നന്നായി നൃത്തം ചെയ്തു ബാബുസ്വാമി. സോറി, മധുസ്വാമി. കൊണ്ടു കിട്ടിയല്ലോ. അവിടേക്കാണ് വന്നതല്ലേ? മനസ്സിൽ കള്ളമില്ല. ഇനിയുണ്ടോ? നിങ്ങൾക്കറിയോ ബാബുസ്വാമിനെ? ഇല്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയാം. അയ്യേ, അവിടെ നില്ല് മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ബാബുസ്വാമിനെ അറിയാന്ന് പറയണേ. എന്താ നീ ചിരിക്കണേ? നീയല്ലേ എന്റെ ലൈവില് എപ്പോഴും കമന്റ് ഇട്ടാണ്ടിരിക്കാറില്ല ശശി? അയ്യോ, ഇവരെയൊക്കെ മടിയിലിട്ട് ചോദിക്കണ പോലെ ചോദിച്ചതാ. അതെ, ഈ മുല്ലപ്പൂ പല്ലൊക്കെ പോയ സ്ഥിതിക്ക് മുല്ല നട്ടിട്ടുള്ള ഒരു പാട്ട് പാടിയാലോ നമുക്ക്? ഞാനേ ഇവിടെ ഉള്ള ഒരാളുടെ പാട്ടാ പാടാൻ പോണേ. ഇവിടെ ഉള്ള ഒരാളുടെ പാട്ട് ചേച്ചി അഭിനയിച്ചു. ചേച്ചി പാടി. അതാണോ മുല്ല നട്ടു? മുല്ല നട്ട പാട്ട് ഞാൻ വിചാരിച്ചു രാക്ഷസി എന്നുള്ള പാട്ട്. നമ്മളിത് വളരെ അടുത്തായിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചോ? ഈ പാട്ട് അങ്ങളുടെ ഭയങ്കര ഇഷ്ടാട്ടാ. ഇത് പാടിക്കുന്ന ആരാ? പാടിയിരിക്കണത് ശ്രേയ ചേച്ചി. ഇത് ഏത് സിനിമയാ? അമർ അക്ബർ ആന്റണി. ഇത് എഴുതിയതാരാ? ബാപ്പു അവാർഡ്. ബാപ്പു അവാർഡ്. മ്യൂസിക് നാദർഷ. അനുപങ്ങളെ നല്ല ബാക്കി മറന്നുപോയി. അമ്മ കയ്യിന്ന് പോയെന്ന് എന്തോ പറയുന്നുണ്ട്. അത് സാരമില്ല, നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ? ഓർക്കാം. വിടൂല. എന്തൊക്കെ ഓർക്കസ്ട്ര ചെയ്യുന്നറിയോ? പാട്ട് പാടും, തബല വായിക്കും, അത് വായിക്കും, പിന്നെ എല്ലാം ചെയ്യും. ഒരു സകലകല വല്ലഭൻ തന്നെ. ഞാൻ ഫസ്റ്റ് പറയാൻ വന്നത്. ഞാൻ മറന്നുപോയി. ഹലോ ഹലോ വാസുകി ബേബി പാട്ട് പാടണേ. അതെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാ. ഓൾ ദി ബെസ്റ്റ്. പാടിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തൃശ്ശൂർക്കാരനാണോ? നിങ്ങൾ തൃശ്ശൂരാണ് കെട്ടിയേ? ഞാനും തൃശ്ശൂരാ. ആണോ? ഓ,
അത് ശരി. തൃശ്ശൂർ എന്ന് പറയുമ്പോ നാവ് പുറത്തെത്തി 2 പല്ലില്ലാത്ത. ഒരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. 2-ാം നാളിന്റെ ജീവനമൊട്ടവനിന്തേ വന്നുകൊട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഒരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. 2-ാം നാളിന്റെ ജീവനമൊട്ടവനിന്തേ വന്നുകൊട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വളയിട്ട കൈകൊട്ടി പാടുന്ന സത്തമ്മ കിളിയുടെ പാട്ടെന്നു കേട്ടില്ല ഞാൻ. വണ്ണത്തിപ്പുള്ളിനും അണ്ണാറക്കണ്ണനും വണ്ണപ്പം ചുട്ടു കൊടുത്തില്ല ഞാൻ. മാനത്തൂടെ മേഘത്തിരൽ മാലകമരത്തും നേരം, മാല കോർത്തു മാറിലണിയിക്കാൻ മുല്ല പൂക്കളില്ല, എന്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. 2-ാം നാളിന്റെ ജീവനമൊട്ടവനിന്തേ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വന്നെങ്കിലും വേളിക്കുട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം. തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലും മായത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം. കുക്കുരുമ്മി മാമരത്തിൽ കുയിലിനകൾ പാടിയെങ്കിൽ, കാട്ടരുവി കെട്ടും കൊലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ, സ്വപ്നങ്ങൾ മുട്ടിട്ടുണർന്നുവെങ്കിൽ. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. 2-ാം നാളിന്റെ ജീവനമൊട്ടവനിന്തേ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. 2-ാം നാളിന്റെ ജീവനമൊട്ടവനിന്തേ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ആ, സൂപ്പർ സൂപ്പർ. ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഇത്രയും നല്ല രസമായിട്ട് പാട്ട് പാടിയ നമ്മുടെ കുട്ടിയെ, നമ്മുടെ വാസുകുട്ടിയെ ഒന്ന് കാണട്ടെ. വന്നങ്ങട് ചായയാണ്. അതെങ്ങനെ എന്ത് രസമായിട്ടാ പാടുന്നത്. എങ്ങനെ ലിറിക്സ് ഒക്കെ പഠിച്ചേ? അമ്മ പഠിപ്പിച്ചു. അമ്മ പഠിച്ചോ? എത്ര ദിവസം? പഠിച്ചതല്ല, അമ്മ പഠിച്ചതല്ല, ഞാൻ പഠിച്ചു. അമ്മ എന്നെ പഠിപ്പിച്ചത്. അമ്മ പഠിപ്പിച്ച് നമ്മളെ പഠിച്ചു അല്ലേ? മക്കളെ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടിക്കായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഭയങ്കര മിടിക്കാണോ? ആ എത്ര മിടിക്കാ? 200. 200. 200 മിടുക്കിയ. ആഹാ. എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? 4 ദിവസം. 4 ദിവസം കൊണ്ട് ഈ പാട്ട് പഠിച്ചു. സിമ്പിൾ ആയിട്ട്. എന്നിട്ട് 4 അല്ല 3. 3 ദിവസം കൊണ്ട് പഠിച്ചോ? ഓ, ഓ മൈ ഗോഡ്. വാവ്. ഇനി അത്ഭുതപ്പെട്ട ഇനിയും കുറേ ദിവസം. അതെ. 2 ദിവസമാണോ? അല്ല. 3 ദിവസം.
യാ മൂന്നര. Yeah. അപ്പൊ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി 2 ദിവസമാണെന്ന് പറഞ്ഞു. ഏത് എവിടെ കാഫേ എന്നെ കാണുന്നില്ലേ ക്യാപ്റ്റൻ ക്യാപ്ഷൻ? ഞാനാണ് ആ പറഞ്ഞ ആള്. ഇപ്പൊ കണ്ടോ എന്നെ ഇങ്ങനെ പാടുന്നേ? പഠിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പാടിയല്ലോ അല്ലേ? വെരി സിമ്പിൾ. സിമ്പിളാ. ഞാൻ ഇന്നലെ ആ എന്റെ സ്കൂളിൽ ഈ പാട്ടായിരുന്നു പാടുന്നത്. അപ്പൊ സ്കൂളിലാണ് ഫസ്റ്റ് ഈ പാട്ട് പറഞ്ഞത്. എന്നിട്ട് വിഷ്ണു മാമന്റെ അടുത്ത് ആ. പോയിട്ട് കാല് പിടിച്ചിട്ടാണ് ഈ ലൈവ് ഒരുപാട് വിഷ്ണു മാമന്റെ കാല് പിടിച്ചിട്ടാണ് ഈ പാട്ട് അവസാനം കിട്ടിയത്. കിട്ടിയത്. അതിന്റെ ഒരു സ്നേഹവും ആ ഫീല് മുഴുവൻ ആ അപ്പൊ പാട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ അമ്മ ആൾക്കാരുടെ അടുത്തൊക്കെ പറയാണ് ഈ പാട്ട് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം, അവിടെ പോയി പാടുകയും ചെയ്യാന്ന്. ഡബിൾ ധമാക്ക. അതെ അതെ എന്നാലും പ്രാക്ടീസും ചെയ്യാം പാടും ചെയ്യാം. പാടുകയും ചെയ്യും. മീനുട്ടി എന്നാലും വിഷ്ണു മാമൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പാവം ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട് വിഷ്ണു ചേട്ടാ ഈ കാല് കൊച്ചു പിടിച്ച് കുട്ടികളോടൊക്കെ. പറഞ്ഞില്ലേ? വെറും ക്രൂരൻ. അതെ. വിഷ്ണുവേ എവിടെടാ? വിഷ്ണുവേ എന്തായാലും വിഷ്ണു ചേട്ടൻ തന്നല്ലോ ആ പാട്ട്, മിടുക്കിയായിട്ട് പാടി. മധുവങ്ങളെ ഒരു കയ്യടി കൊടുത്തേ. വാ സുഖി. ആ വാസുകി. അത് ഞാൻ അടുത്തല്ല നിക്കണേ. പിന്നെ എന്തിനാ അടുത്ത് വരുന്നേ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വാസുകി. എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാര്യം ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പാടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അമ്മ ഈ പാട്ട് പാടുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുമ്പോ അമ്മ അതെങ്ങനെ കാണിച്ചു? എങ്ങനെ കാണിച്ചു? സോഫ്റ്റ് ആയിട്ട് പാടുന്നത്. ഇങ്ങനെ കാണിച്ചല്ലേ? എന്നെ വിറപ്പിച്ച് എങ്ങനെ കാണിച്ചമ്മ. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ ഒറ്റ വിറയില ഇത്ര നന്നായി പാടാൻ ഒരു ഷൂട്ടിന് എന്റെ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മധുവങ്കളിന് വാസുക്കി കുട്ടി പാടിയത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടോ? വളരെ നന്നായി. അവിടെ പോയാ മഴ പെയ്യുന്ന കാണിച്ചുതരാം. മീനുട്ടി ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ പോയാ മഴ പെയ്യുന്ന കാണിച്ചുതരാം. അഭിനയിച്ച പാട്ടല്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ആ ചെരുപ്പൊന്നിട്ട് നടക്കാൻ ചെരുപ്പിന് ഭയങ്കര വെയിറ്റാ. കാലാദ്യം ചെരുപ്പ് പുറകെ. സൂപ്പറായി പാടി കേട്ടോ, താങ്ക് യു. എന്തായാലും മിടുക്കി കുട്ടി മഴ പെയ്യിപ്പിക്കാം അങ്ങോട്ട് നമുക്ക്. പുറകോട്ടിറങ്ങിയെന്നോ. അതെ. പോരട്ടങ്ങനെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. ഇല്ലില്ല അതെ, മിഠായി പറക്കാൻ നോക്ക്. മിഠായി പേർക്ക്. അതെ, വേണമെങ്കി എണ്ണുവേ. കഴിഞ്ഞോ? കഴിഞ്ഞു. ടാറ്റാ, സീ യു, ബൈ. ബൈ.